ഋതു സഭാ തളിർ കുളിർ കാറ്റേ റൗളയിൽ തഴുകി വരും കാറ്റേ ഇല്ലായ്മയിൽ നിന്നും ലോകത്തെ പടച്ച അല്ലാന്റെ കുതിരത്ത് നീ കേട്ടോ. അപ്പോൾ ഇന്നൊരു ഈദ് വ്ളോഗാണ് കേട്ടോ. ഈദ് വ്ളോഗ് എന്ന് പറയുമ്പോൾ തലേന്ന് ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് പെരുന്നാളുടെ പ്രിപ്പറേഷൻസൊക്കെ അത് തലേന്ന് തുടങ്ങൂലേ. എല്ലാ വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും, നമ്മളെ വീട്ടിലും അങ്ങനെ തന്നെ. ഞാനിപ്പോൾ എന്താ ഉണ്ടാക്കുന്നത് എന്നുള്ളത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ, പുഡിംഗ് ആണ്. ഇപ്പോൾ മിക്ക വീട്ടിലും കോമൺ ആയിട്ട് വരുന്ന ഒരു ഐറ്റമാണ് പെരുന്നാളിന് പുഡിംഗ് എന്നുള്ളത്. സോ നമ്മളും അങ്ങനെ ഒരു പുഡിംഗ് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഒരു പുഡിംഗ് അല്ല, 2 പുഡിംഗ് ആണ്. ഒരു പുഡിംഗ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം വ്ളോഗിന് വേണ്ടിയിട്ട് ഒരു പുഡിംഗ് കൂടി ഉണ്ടാക്കുക കേട്ടോ. ഇത് ആക്ച്വലി അടിപൊളിയായിട്ടുള്ളൊരു പുഡിംഗ് ആണ്, അറബിക് പുഡിംഗ് ആണ്. ഇതിന് മുന്നേ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കസ്റ്റർഡ് പാലിൽ വെക്കുക, പാൽ തിളച്ചതിന് ശേഷം കസ്റ്റർഡ് മിക്സ് ചെയ്യുക. പാലിന് വേണ്ടത്ര ഷുഗറും കൂടി ആഡ് ചെയ്യണേ. അതിനുശേഷം ബ്രെഡ് ഇതുപോലെ വെച്ചിട്ട് അതിലേക്ക് ഈ കസ്റ്റർഡ് മിക്സ് ജസ്റ്റ് ഒന്ന് ഒഴിക്കുക. അതിനുശേഷം വേറൊരു പാത്രത്തിൽ ഫ്രഷ് ക്രീമും അതിൻ്റെ കൂടെ തന്നെ കണ്ടൻസ് മിൽക്കും ജസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ. ഈ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്തോടത്താണ് എൻ്റെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയത്. ഇതിൻ്റെ ഈ ഒരു ലോക്ക് ഉണ്ടല്ലോ, ഫ്രണ്ടിലുള്ള ലോക്ക്, അതിൻ്റെ മുകളിലൊന്ന് കൈ കൊണ്ട് നല്ല ഇതിൽ കൈ മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ. നാളത്തെ ഡേ കൊളാവാൻ എനിക്ക് ഈ ഒരു മുറി മതി കേട്ടോ. ബിക്കോസ് ഫുഡ് അടിക്കാൻ കഴിയില്ലല്ലോ, വലത്തെ കൈൻ്റെ മുകളിലാണ് ഈ ഒരു മുറി വന്നത്. എനിവേ പോട്ടെ, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പരിപാടി ചെയ്യാം. നേരത്തെ മാറ്റി വെച്ച ആ ഒരു ഫ്രഷ് ക്രീമിലേക്ക് കണ്ടൻസ് മിൽക്ക് നല്ല രീതിയിൽ ആഡ് ചെയ്തതിനു ശേഷം നല്ല മിക്സ് ചെയ്യാം. കസ്റ്റർഡ് ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു ബ്രെഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഏകദേശം ഫ്രിഡ്ജിൽ 1 hour വെക്കണം കേട്ടോ. എന്നതിന് ശേഷമാണ് ഞാൻ ഈ ഫ്രഷ് ക്രീം ഒഴിച്ചിട്ടുള്ളൂ. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള അത്ര നട്ട്സ് പൊടിച്ചിട്ട് അതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡേ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഏകദേശം 12 മണി ആയിട്ടുണ്ട്. ഞാൻ പോയി ഒന്ന് കിടക്കട്ടെ കേട്ടോ. രാവിലെ തന്നെ നല്ലൊരു ഫ്രഷ് എയർ കിട്ടിയിട്ടോ. നല്ല ഇതിൽ മഴ പെയ്തുകൊണ്ടിരുന്നത് നല്ലൊരു ഗുഡ് ഫീൽ ആയിരുന്നു കേട്ടോ മെയിനിലൊക്കെ ഉണ്ടായിരുന്നത്. സോ ഞാൻ എണീക്കുന്നത് ഏകദേശം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. ബിക്കോസ് കിടന്നത് തന്നെ ഏകദേശം 2 മണിയൊക്കെ ആകുമ്പോൾ, അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നിസ്കരിക്കാൻ ഇനിയും ഒരുപാട് സമയമുണ്ടല്ലോ. പക്ഷേ ഋതുവിന് 8 മണിക്കാണ് നിസ്കാരമുള്ളത്. അതുകൊണ്ട് തന്നെ ആളുടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. ആൻഡ് നമ്മളെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാനുണ്ടായിരുന്നു. പെരുന്നാളൊക്കെ അല്ലേ. ഋതു പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പള്ളിയിൽ പോകാൻ നിന്നു കേട്ടോ. ഞാൻ നോർമലി നമ്മൾ വീട്ടിലിടാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കുളിച്ചിട്ടിടാൻ വേണ്ടിയിട്ട്. അപ്പം അതേ ഇടുന്നുള്ളൂ. ബിക്കോസ് നാളെയാണ് എടപ്പാൾ പോകുന്നത്. അപ്പം അന്നേരം പുതിയത് ഇടാമെന്ന് കരുതി. അപ്പം ആളുടെ ഒരുക്കം കഴിഞ്ഞാൽ എനിക്ക് ഈ റൂം മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ആൾ പോകുന്ന വരെ അവിടെ ഓരോന്ന് ഇവിടെ ഓരോന്നൊക്കെ വെച്ചിങ്ങാണ്ട് അങ്ങനെ ഡിലേ വരും. ക്ലീനിങ് അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ പണികളൊന്നും ഇല്ല കേട്ടോ. ബിക്കോസ് നമ്മൾ ഫുഡൊക്കെ പുറത്താണ് ഏൽപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ബിക്കോസ് ഫുഡ് എന്താ പുറത്ത് ഏൽപ്പിക്കണമെന്ന് വെച്ചാൽ പെരുന്നാളിൽ ഉമ്മമാരൊന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്നൊരു കോൺസെപ്റ്റിലാണ്. അപ്പോൾ എൻ്റെ ക്ലീനിങ് പരിപാടി കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ കുളിക്കാൻ പോയിട്ടോ. കാരണം നമുക്ക് നിസ്കരിച്ചതിന് ശേഷം പുതിയ ഡ്രസ്സൊക്കെ ഇട്ടതല്ലേ, ചെറുതായിട്ടൊന്ന് ഒരുങ്ങാന്ന് കരുതി. അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഒരുങ്ങണില്ല. കാരണം പുറത്ത് എവിടെയും പോകുന്നില്ല, നമ്മളെ വീട്ടിൽ മാത്രമേ ഇരിക്കുന്നുള്ളൂ. ബിക്കോസ് ഋതുവിന് ഇന്നും ഷോപ്പുണ്ട് കേട്ടോ. അത് ഇന്ന് ക്ലോസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് ആളിന്ന് ഷോപ്പിന് പോയിട്ടുണ്ട്. സോ ജസ്റ്റ് ഞാനൊരു 3 പീസ് ഔട്ട്ഫിറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഇന്നലെ ഋതു ലാസ്റ്റ് മിനിറ്റിൽ എടുത്തു കൊടുക്കുന്നതാണ്. കാരണം ഞാൻ അങ്ങനെ വീട്ടിലിടാൻ വേണ്ടി ഒരു ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് മറന്നു പോയതാണ് ആക്ച്വലി. നോർമലി എടുക്കാം. ആൾ ഇന്നലെ രാത്രി 1 മണിയൊക്കെ ആകുമ്പോൾ ഷോപ്പ് കഴിഞ്ഞ് വരുമ്പോൾ കൂടുന്ന ഔട്ട്ഫിറ്റ് ആട്ടോ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഇട്ടുന്നു. ഇനിയിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടീസ് ഒന്നും ഇല്ല കേട്ടോ. ഫുഡ് കഴിക്കുക, റിലാക്സ് ചെയ്യുക. ഋതുവിൻ്റെ വീട്ടിൽ ഋതുവിൻ്റെ പപ്പിയും ഇല്ല, ഋതു ഇല്ല. ആ ഒരു സ്പേസ് അങ്ങനെ ബ്ലാങ്ക് ആയി കിടക്കുന്നതുകൊണ്ടാ തോന്നുന്നു എന്തോ ഒരു എംപ്റ്റി ഫീൽ ഉണ്ട് ഈ ഒരു പെരുന്നാളിൽ. പക്ഷേ കുഴപ്പമില്ല. ആൻഡ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നല്ല റിലാക്സ് ചെയ്തു കേട്ടോ. So that's my vlog. Thank you for watching. Eid Mubarak. പെരുന്നാൾ പിറക്കാൻ